വിജനമായ മലമുകളിലെ ഭീതി നിറഞ്ഞ അന്തരീക്ഷം. രാത്രിയുടെ ഇരുട്ടും ചീവീടുകളുടെ കാതടപ്പിക്കുന്ന ഒച്ചയുമല്ലാതെ മറ്റൊന്നും അവിടെയില്ല. മരച്ചില്ലകൾ കാറ്റിൽ ആടുകയാണ്. ഇതളറ്റ മലരുകൾ മണ്ണിന് പുതപ്പ് നൽകിയിരിക്കുന്നു. ഇരുണ്ട മേഘത്തിനിടയിൽ ചന്ദ്രൻ ഒളിമറ തീർത്തു. ആ ഇരുട്ടിലും അവനെല്ലാം വ്യക്തമായി കാണാമായിരുന്നു. അവന് കൂട്ടായി മിന്നാമിനുങ്ങുകൾ വായുവിൽ പറന്നുയരുന്നുണ്ട്. കുളിരുള്ള കാറ്റിനൊപ്പം ഒരു സുഗന്ധവും അവനെ തേടിയെത്തി. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മനം മയക്കുന്ന സുഗന്ധം. എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നത്? അവൻ ചിന്തിച്ചു. ആ സുഗന്ധത്തിൻ്റെ ഉറവിടം തേടി കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ അവൻ മലയിറങ്ങി. ഒടുവിൽ എത്തിച്ചേർന്നത് വലിയൊരു മനയിലാണ്. പഴമയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന 4 കെട്ട് തറവാട്. മഞ്ചാടിക്കുരുക്കളും മയിൽപ്പീലികളും കൊണ്ട് മറയ്ക്കപ്പെട്ട വഴിയിലൂടെ അവൻ വീടിന് മുന്നിലെത്തി. അടഞ്ഞു കിടക്കുന്ന മുൻവശത്തെ ഡോർ തുറന്ന് അവൻ അകത്ത് കയറി. വലിയൊരു ശബ്ദത്തോടെ ഡോർ ശക്തമായി അടഞ്ഞതും അവനിൽ ഭയം നിറഞ്ഞു. ജനലിലൂടെ ആർത്തിരമ്പി വരുന്ന കാറ്റിനും അതേ സുഗന്ധമുണ്ടായിരുന്നു. ആ സുഗന്ധം ഒന്നുകൂടെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. സുഗന്ധവും ഇളം കാറ്റും അവനെ തഴുകിയും തലോടിയും വലിയൊരു കുളപ്പടവിലെത്തിച്ചു. പടവിലാകെ വെളുത്ത നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞു കിടപ്പുണ്ട്. കൊഴിഞ്ഞു വീണ ഓരോ പൂക്കളിലും അവൻ അവളെ തേടി പടവുകളിറങ്ങി. നിലാവിൻ്റെ വർണ്ണശോഭയിൽ മുലക്കച്ച കെട്ടി മുഖം തിരിഞ്ഞു നിൽക്കുന്ന സ്ത്രീരൂപം. ഇടതൂർന്ന ചുരുണ്ട കാർക്കൂന്തൽ അവളുടെ നിതംബം മറയ്ക്കുന്നുണ്ട്. സ്വർണ്ണക്കൊലുസണിഞ്ഞ തൻ്റെ മൃദുലമായ കാൽപാദത്തിലേക്ക് അവൾ മഞ്ഞളും രക്തചന്ദനവും പുരട്ടുന്നുണ്ട്. നനഞ്ഞൊട്ടി നിൽക്കുന്ന അവളിലെ സൗന്ദര്യം അവനെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അവളുടെ വശ്യമായ സൗന്ദര്യത്തിൽ അവൻ അടിമപ്പെട്ടു പോയിരുന്നു. അവൻ്റെ വരവ് തിരിച്ചറിഞ്ഞ അവൾ തിരിഞ്ഞു നോക്കാതെ അവൻ്റെ കയ്യിലേക്ക് മഞ്ഞൾ അരച്ച പാത്രം വെച്ചു കൊടുത്തു. ഒരിളം പുഞ്ചിരിയാൽ അവനത് വാങ്ങിച്ച് തൻ്റെ കയ്യിൽ അല്പം മഞ്ഞൾ എടുത്തു. അവളുടെ മൃദുലമായ നഗ്നമായ മേനിയിലൂടെ അവൻ്റെ കൈകൾ ഒഴുകി നടന്നു. എന്താ നിൻ്റെ പേര്? അവൻ അവളുടെ കാതോരം തഴുകിക്കൊണ്ട് പതിയെ ചോദിച്ചു. എൻ്റെ പേര് നിനക്കറിയില്ലേ? മൃദുലവും മനോഹരവുമായിരുന്നു അവളുടെ ശബ്ദം. നീ ആരാണ്? എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? എനിക്കിവിടം ഇഷ്ടമാണ്, അവൾ അത്രമാത്രമേ പറഞ്ഞുള്ളൂ. അന്നേരം തണുത്ത കാറ്റ് വന്ന് ഇരുവരെയും പൊതിഞ്ഞു. ഹേയ് സുന്ദരി, ഞാൻ നിന്റെ മുഖമൊന്ന് കണ്ടോട്ടെ. അവളുടെ വശ്യമായ സൗന്ദര്യത്തിൽ മയങ്ങിക്കിടക്കുന്ന അവൻ അവളുടെ മുഖം കാണാനുള്ള അതിയായ ആഗ്രഹത്തോടെ ചോദിച്ചു. അവളെ മയക്കാൻ പാകത്തിലായിരുന്നു അവൻ്റെ ആ ചോദ്യവും. അവൻ്റെ ആ ചോദ്യത്തിന് മറുപടി പറയാതെ താൻ ഉടുത്തിരിക്കുന്ന മുലക്കച്ചയുടെ കെട്ടഴിച്ച് തൻ്റെ പുറമേനെ അവന് മുന്നിൽ തുറന്നു കാട്ടിയതും അവൻ്റെ കണ്ണുകൾ കൂടുതൽ തിളങ്ങി. വെണ്ണക്കല്ലിൽ തീർത്ത ശില്പം പോലെ തൻ്റെ മുന്നിൽ നഗ്നയായി നിൽക്കുന്ന സ്ത്രീരൂപം. ഇനിയും തനിക്ക് കാത്തു നിൽക്കാൻ വയ്യ എന്ന് തോന്നിയതും അവൻ അവളെ പിന്നിലൂടെ പുണർന്നു തന്നോടടുപ്പിച്ചു. ആ നിമിഷം അവൾ തിരിഞ്ഞു നോക്കിയതും അവളുടെ മുഖം കണ്ട് അവൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. ഭയം അവൻ്റെ ഹൃദയമിടിപ്പുകളെ വേഗത്തിലാക്കി. അവൻ എഴുന്നേറ്റ് ഓടാനൊരുങ്ങിയതും തണുത്തതും മൃദുലവുമായ കരങ്ങൾ കൊണ്ട് അവൾ അവൻ്റെ കാൽപാദങ്ങളെ തടവിലാക്കിയിരിക്കുന്നു. മിഴികളിൽ പ്രേമവും കാമവും നിറച്ച് തന്നിലേക്ക് അമരുന്ന നഗ്നമേനി. ഒരു വേള അവനിൽ നിന്നും ഭയം അകന്നു മാറിയതുപോലെ വശ്യതയോടെ തന്നിലേക്ക് അവൾ മുഖം പൂഴ്ത്തുമ്പോൾ അവളുടെ കണ്ണുകളിൽ അന്നേരം എന്തൊക്കെയോ ഭാവങ്ങളായിരുന്നു. അവനിലെ പുരുഷനെ കൊതിപ്പിക്കും വിധത്തിൽ അവൾ അവനിൽ മായാജാലം തീർത്തു. ആ നിമിഷം അവളിൽ അടിമപ്പെട്ടു പോയ അവൻ ഒരു നിമിഷം അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. അവളുടെ അതരങ്ങൾ അവൻ്റെ മുഖത്തും കഴുത്തിലും നെഞ്ചിലും ഇടതടവില്ലാതെ അമർന്നു. അടുത്ത നിമിഷം അവൾ അവൻ്റെ കഴുത്തിലെ ഞരമ്പിനെ കടിച്ചു മുറിച്ചു. അവൻ്റെ കഴുത്തിലെ രക്തം ഊറ്റിക്കുടിക്കാൻ തുടങ്ങിയതും അവൻ ഉറക്കെ നിലവിളിച്ചു. അയ്യോ അമ്മേ, അച്ഛാ, യക്ഷി, ഈ യക്ഷി എന്നെ കൊല്ലുന്നേ. അകത്തെ മുറിയിൽ നിന്നുള്ള നിലവിളി കേട്ടതും അടുക്കളയിൽ പാത്രം കഴുകുകയായിരുന്ന ഗീത അങ്ങോട്ടോടി. മുകളിലത്തെ മുറിയിൽ നിന്നും അജിത്തും ഭാര്യ അഖിലയും ശബ്ദം കേട്ടിട്ട് തന്നെയാണ് അങ്ങോട്ട് ഓടിയത്. പാതിചാരിയ ഡോർ തുറന്ന് അകത്ത് കയറിയതും അപ്പോഴേക്കും അവൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നിരുന്നു. താനിപ്പോൾ ഉള്ളത് തൻ്റെ വീട്ടിലാണെന്ന് ഉറപ്പുവരുത്തി അവൻ തൻ്റെ കഴുത്ത് മുഴുവൻ തൊട്ടു നോക്കിക്കൊണ്ട് ദീർഘമായി നിശ്വസിക്കുന്ന നേരത്താണ് മുന്നിൽ നിൽക്കുന്ന അമ്മയെയും ഏട്ടനെയും ഏട്ടത്തെയും അവൻ കാണുന്നത്. അവരെ കണ്ടതും ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് അവനൊന്ന് എളിച്ച് കാണിച്ചു. അപ്പോഴേക്കും താൻ കണ്ടത് സ്വപ്നമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. എന്തോ നാടാ ഈ നട്ടുച്ചയ്ക്ക് കിടന്നുറങ്ങിയിട്ട് കിടന്നു മൂങ്ങുന്നേ എന്നുള്ള ഏട്ടൻ്റെ പരിഹാസവും ഏട്ടത്തി അമ്മയുടെ ആ ചിരിയും അമ്മയുടെ ആദിയോടെയുള്ള നോട്ടവും കണ്ട്
താനൊരു സ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞ് അവനവരെ പറഞ്ഞു വിടാൻ നോക്കി. ഒരു സ്വപ്നം കണ്ടതിനാണോ സിദ്ധു ഇങ്ങനെ കിടന്ന് കാറിയത്? ഏട്ടത്തി ചെറുചെരിയാലെ പറഞ്ഞു. അയ്യോ ഏട്ടത്തി, ഇത് വെറും സ്വപ്നമായിരുന്നില്ല, ഒരു ഹൊറർ ഡ്രീം ആയിരുന്നു. ഹോ, അതിൽ യക്ഷിയുണ്ടല്ലോ, വെറും യക്ഷിയല്ല. എൻ്റെ ഏട്ടത്തിയെ ഓർക്കാൻ പോലും വയ്യ, അത്രയ്ക്കും ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. കണ്ണി കണ്ട സിനിമയൊക്കെ കണ്ട് ഈ നട്ടുച്ചയ്ക്ക് കിടന്നുറങ്ങിയിട്ട് നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ വീട്ടിൽ മടി പിടിച്ചിരിക്കാതെ എൻ്റെ കൂടെ പോന്നോളാൻ? അരവിന്ദ് അവനെ ശാസിച്ചു. എനിക്കൊന്നും വയ്യ, എനിക്ക് എന്തോരം പഠിക്കാനുണ്ട്, അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. നിന്റെ പഠിത്തമൊക്കെ ഞാൻ കാണുന്നുണ്ട്, എപ്പോഴാണ് നിന്റെ സസ്പെൻഷൻ തീരുന്നത്? അരവിന്ദിൻ്റെ നോട്ടവും സംസാരവും കേട്ട് സിദ്ധു തൻ്റെ വിരൽ ഉയർത്തി കാണിച്ചു. ഓ, ഇനിയും 2 ദിവസം ഉണ്ടോ എന്നും പുച്ഛിച്ചുകൊണ്ട് അരവിന്ദ് മുറിവിട്ടിറങ്ങി. പിന്നാലെ അഖിലയും. ഡാ, നീ കഴിച്ചില്ലല്ലോ, പെട്ടെന്ന് വാ എന്നും പറഞ്ഞ അമ്മ പോയതും അവൻ ഒന്നുകൂടെ ആ സ്വപ്നം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. എൻ്റെ പൊന്നു സ്വപ്ന ദേവതേ, ഞാൻ ശരിക്കൊന്ന് ആസ്വദിച്ച് വരികയായിരുന്നല്ലോ. അതിനിടയിൽ കൊല ടെസ്റ്റിട്ട് എന്നെ കൊന്നു കളഞ്ഞേനല്ലോ. അവൾ, ആ യക്ഷിപ്പെണ്ണ്, അത് അവളല്ലേ? അപ്പം അവൾ ചത്താ? ദൈവമേ, ഇനിയിപ്പോൾ അവൾ പ്രേതമായിട്ട് വന്നിട്ട് എന്നോട് പ്രതികാരം വീട്ടാനാണോ? ഞാൻ പറഞ്ഞല്ലോ അന്നൊരു തമാശയ്ക്ക് ചെയ്തതാ, അല്ലാതെ അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല, കാണാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഇവിടെ കിടന്നുറങ്ങിയ ഞാൻ എങ്ങനെ ഒറ്റപ്പാലത്തുള്ള വരിക്കാശ്ശേരി മനയിലെത്തി? വരിക്കാശ്ശേരി മന? ആ, അത് തന്നെ, നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാട്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കി തരാം. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ സിദ്ധാന്ത് പരമേശ്വർ. ബിസിനസ്സുകാരനായ ഗോവിന്ദ് പരമേശ്വറിൻ്റെയും ഗീതയുടെയും 3 മക്കളിൽ 2ാമത്തെ മകൻ. മൂത്തയാളാണ് എന്നെ ഇപ്പോൾ ഊക്കിയിട്ട് പോയ ഈ വീട്ടിലെ സൽപുത്രൻ അരവിന്ദ് പരമേശ്വർ. ഇളയാള് നന്ദന പരമേശ്വർ. ആളെ കോളേജിൽ പോയിരിക്കുക. എനിക്ക് പിന്നെ സസ്പെൻഷൻ ആയതുകൊണ്ട് ചുമ്മാ സിനിമയും സ്വപ്നവും കണ്ട് സമയം തള്ളി നിൽക്കുന്നു. ഞങ്ങൾ സെയിം കോളേജ്, സെയിം ഡിപ്പാർട്ട്മെൻറ്റ്, CSC. അവൾ ഫസ്റ്റ് ഇയർ, ഞാൻ ലാസ്റ്റ് ഇയർ. മെക്കിലെ പിള്ളേരുമായി ചെറിയ അടിയുണ്ടാക്കിയതിന് 10 ദിവസത്തെ സസ്പെൻഷൻ കിട്ടി. അതൊന്ന് ആഘോഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി നമുക്ക് സ്വപ്നത്തിലോട്ട് തിരിച്ചു പോവാം. ഞാൻ കണ്ട സ്വപ്നത്തിലെ ഈ അവൾ ആരാന്നല്ലേ? അവൾ ആരാന്നേ എനിക്കും അറിയില്ല. ഒരിക്കൽ മാത്രമേ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അവൾക്ക് ഞാനൊരു ഉമ്മ കൊടുത്തു കേട്ടോ. അത് പിന്നെ അവന്മാർ വാശി കയറ്റിയപ്പോൾ ഒരു ആവേശത്തിന് ചെയ്തു പോയതാ. എന്നാലും ആ കുരിപ്പിന് ഇത്രയും ഗ്ലാമർ ഉണ്ടായിരുന്നു. ഒന്നും നേരാവണ്ണം അങ്ങോട്ട് കാണാനും പറ്റിയില്ല. സ്വപ്നത്തിൻ്റെ ക്ലാരിറ്റി തീരെ പോരായിരുന്നു. ഇനി നമുക്കേ ഫ്ലാഷ് ബാക്കിലേക്ക് അങ്ങ് പോവാം. 2 മാസം മുൻപ് എൻ്റെ കസിൻ ബ്രദർ രമേശിൻ്റെ കല്യാണത്തിനിടയിൽ വെച്ചാൽ ഞാൻ അവളെ ആദ്യമായും അവസാനമായും കാണുന്നത്. അവൻ്റെ ഓർമ്മകൾ അന്നേ ദിവസത്തിലെത്തി. ബീച്ച് റിസോർട്ടിൽ വെച്ചായിരുന്നു വിവാഹം നടക്കുന്നത്. വിവാഹത്തിന് സിദ്ധു തൻ്റെ ഫ്രണ്ട്സിനെയും ക്ഷണിച്ചിരുന്നു. മുഹൂർത്തം ആവുന്നതേയുള്ളൂ. ചെറുക്കനും പെണ്ണും ഫോട്ടോഷൂട്ടിലാണ്. സിദ്ധുവും കൂട്ടുകാരും വായി നോക്കാൻ വേണ്ടി റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോസ്റ്റായിട്ടുണ്ട്. ഓഹ്, വിചാരിച്ചത്ര പോരാ അല്ലടാ. എല്ലാം ഒരുമാതിരി പൊട്ടിയടിച്ച് പട്ടിക്കോലത്തിൽ വന്നിരിക്കുക. എന്തോ ഒരു ദർശന സുഖം കിട്ടുന്നില്ല. ഇതിനേക്കാൾ ഭേദം നമ്മുടെ കോളേജ് തന്നെയാണ്. ഇവൻ്റെ വാക്കും കേട്ടി ഇല്ലാത്ത കാശുണ്ടാക്കി വിളിക്കാത്ത കല്യാണത്തിന് കെട്ടിയൊരുങ്ങി വന്നതാ. സിദ്ധുവിൻ്റെ കൂട്ടുകാരിൽ ഒരുവനായ അഭിജിത്ത് പറഞ്ഞു. എടാ അഭി, അങ്ങോട്ട് നോക്കിക്കേടാ, ആ പച്ച ചുരിദാർ കൊള്ളാല്ലേ? മറ്റൊരു കൂട്ടുകാരനായ ജീവൻ പറയുന്നത് കേട്ടതും അഭി എവിടെ എന്ന പോലെ നോക്കുന്നുണ്ട്. എവിടെടാ? അഭി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. എടാ അവിടെ, ഗാർഡൻ ബെഞ്ചിനരികിലിരുന്നേ സെൽഫി എടുക്കുന്ന ആ പെണ്ണ്. എടാ ജീവ, പച്ച ചുരിദാർ മാത്രമല്ല, കൂടെയുള്ള മഞ്ഞ ചുരിദാറും അടിപൊളിയാ. എനിക്കേ മഞ്ഞ മതി, നീ പച്ച എടുത്തോ. രണ്ടിൻ്റെയും സംസാരം കേട്ടിട്ടാണ് തൊട്ടരികെ നിൽക്കുന്ന സിദ്ധു ഫോണിൽ നിന്ന് മുഖമുയർത്തി അങ്ങോട്ട് നോക്കുന്നത്. അവൻ്റെ തോളിൽ കയറ്റുകൊണ്ട് മറ്റൊരു കൂട്ടുകാരൻ തേജസ്സും ഉണ്ട്. ശരിയാടാ, രണ്ടും ഒരുപോലെ സുന്ദരിയാ, പക്ഷേ രണ്ടിനും ഒടുക്കത്ത ജാടയാ. നമ്മൾ നോക്കുന്നത് കണ്ടിട്ടും ഒന്നും നോക്കുന്നത് പോലില്ല. തേജുവാണിത് പറഞ്ഞത്. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയി ഒന്ന് മുട്ടിയാലോ? അഭി അക്ഷമയോടെ പറഞ്ഞു. പോടാ, പെൺപിള്ളേർ അങ്ങോട്ട് പോയി മുട്ടിയാൽ നമ്മുടെ വില പോവും. അവളുമാർ ഇങ്ങോട്ട് വന്ന് മുട്ടണം, അപ്പോഴല്ലേ ഒരു ത്രില്ലുള്ളൂ. സിദ്ധു പച്ചയെയും മഞ്ഞയെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് സദ്യ കൊണ്ട് അവളുമാർ വല്ലോടത്തും എത്തിയിട്ടുണ്ടാവും. ഷോ, പോകുന്നതിന് മുൻപ് ഒന്ന് ചിരിച്ചാൽ മതിയായിരുന്നു. വാച്ചടക്കം ഔട്ട്ഫിറ്റ് കോസ്റ്റ് മൊത്തം 10,000 അഭി നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, നീ എന്താടാ പെൺപിള്ളേരെ കണ്ടിട്ടില്ലേ?
ഓടുന്ന ബസ്സിൻ്റെയും ചിരിക്കുന്ന പെണ്ണിൻ്റെയും പിറകെ പോകരുതെന്നാണ് കാരണവന്മാർ പറയുന്നത്. സിദ്ധു ചെറുചിരിയാലെ പറഞ്ഞു. കാരണവന്മാരങ്ങനെ പലതും പറയും, നമ്മളത് മൈൻഡ് ചെയ്യണ്ട. ഡാടാ, അവിടെ നമ്മളെ കണ്ടു. അബി ജീവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ പറയുന്നത് ശരിയാടാ തേജു. എന്തൊരു ജാടയാടാ രണ്ടിനും. ആ മഞ്ഞക്കാണ് ഒടുക്കത്തെ ജാട. ഒന്ന് ചിരിച്ചാ അവൾമാരുടെ വായിലെ മുത്തു കൊഴിയോ? എടാ നാറികളെ, ഇങ്ങനെ വായു നോക്കി ആണുങ്ങളുടെ വില കളയല്ലേ. വായു നോക്കുന്നതിന് ഒരു നാക്കൊക്കെ വേണം. സിദ്ധു പറഞ്ഞു. വായു നോക്കാൻ എന്തിനാടാ നാക്ക്? കണ്ടുണ്ടായ പോരെ. സിദ്ധുവിനെ നോക്കിക്കൊണ്ട് ജീവൻ പറഞ്ഞു. എടാ നാക്കല്ല, നാക്ക്. തൽക്കാലം പച്ചമീൻ കണ്ട പൂച്ചയെ പോലുള്ള നിങ്ങളുടെ ആ നോട്ടം നിർത്ത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ നോക്കേണ്ടതെന്ന്. മഞ്ഞയിട്ട പെണ്ണിനല്ലേ ജാട കൂടുതലാണെന്ന് പറഞ്ഞ്? എന്നാൽ ആ മഞ്ഞക്കിളി തന്നെയാവട്ടെ എൻ്റെ ഇര. നിങ്ങൾ നോക്കിക്കോ, നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപേ അവൾ എന്നെ നോക്കി ചിരിച്ചിരിക്കും. സിദ്ധു ആടായി പറയുന്നേ. പിന്നെ ഒരു ചിരി പറ്റുമെങ്കിലേ നമ്മൾ പോകുന്നതിന് മുൻപേ നീ അവളെ വളച്ച് കാണിക്ക്. ജീവൻ സിദ്ധുവിനെ വെല്ലുവിളിച്ചു. എന്താടാ, നീ വെല്ലുവിളിക്കുകയാണോ? വേണേൽ വെല്ലുവിളിയായി കൂട്ടിക്കോ. ജയിച്ചാൽ 2000 രൂപ ഞാൻ നിനക്ക് റൊക്കം കാശ് തരും. തോറ്റാ നിൻ്റെ പകുതി മിഷ ഞാൻ വടിച്ചെടുക്കും. ക്യാഷ് നീ തന്നെ അങ്ങ് വെച്ചോ. എനിക്കൊരു കുപ്പി ബിയർ വാങ്ങിച്ച് തന്നാൽ മതി. അവളെ വളയ്ക്കുക മാത്രമല്ല, അവൾക്കൊരു ഉമ്മ കൊടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് മടങ്ങുള്ളൂ. ഇല്ലേൽ മീശ മാത്രമല്ല വെട്ടുന്നത്, എൻ്റെ തല കൂടി ഞാൻ മുട്ടയടിക്കും. ഇനി അങ്ങോട്ട് നിങ്ങൾ അവളെ നോക്കാൻ പാടില്ല, ഞാൻ മാത്രമേ നോക്കുന്നുള്ളൂ. അതും പറഞ്ഞുകൊണ്ട് സിദ്ധു മഞ്ഞ ചുരിദാറിട്ട പെണ്ണിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തു. സിദ്ധുവിൻ്റെ ആവേശം കണ്ട് ബാക്കി മൂവരും ഞെട്ടലോടെ അവനെ നോക്കി. മുട്ടയടിച്ചു പകുതി മീശ വെച്ച് നിൽക്കുന്ന സിദ്ധുവിൻ്റെ മുഖമോർത്തു മൂവരും ഉറക്കെ ചിരിച്ചു. സിദ്ധു, വേണ്ട, നീ വിട്ടേക്ക്. തേജസ് അവനെ പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ അവൻ പിന്തിരിയാൻ ഒരുക്കമല്ലായിരുന്നു. ഇതേസമയം ഫോട്ടോ എടുക്കുന്ന ആ പെൺപിള്ളേരെ സിദ്ധുവിൻ്റെയും കൂട്ടുകാരുടെയും നോട്ടം ആസ്വദിച്ചിരിക്കുകയാണ്. മഞ്ഞ ചുരിദാറിട്ട ആ പെൺകുട്ടിയുടെ പേര് പല്ലവി എന്നായിരുന്നു. പച്ചയിട്ടത് ചിലങ്കയും. ഡി പല്ലി, ദേ അവന്മാർ കുറേ നേരമായി ഇങ്ങോട്ട് തന്നെ നോക്കുന്നു. നമുക്കൊന്ന് ചിരിച്ചാലോ? ചില്ലു പല്ലവിയെ നോക്കി പറഞ്ഞു. ഡി, ഒരൊറ്റ വീക്ക് വെച്ച് തരൂ കേട്ടോ. അങ്ങനെ ചാടിക്കയറി ചിരിക്കരുത്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. നമ്മളിങ്ങനെ ഏറും പിടിച്ച് അവരുടെ നോട്ടം ആസ്വദിച്ച് നിൽക്കണം. അപ്പോഴല്ലേ ഒരു ത്രില്ലുണ്ടാവുള്ളൂ. പവി പറഞ്ഞത് ശരിയാണെന്ന് ചില്ലുവിനും തോന്നി. രണ്ടും ഒന്നും അറിയാത്ത പോലെ ജാടയിട്ട് നിന്നു. അതിനിടയിൽ ക്യൂട്ട്നെസ് വാരി വിതറി ഇടം കണ്ടിട്ട് അവന്മാരെ നോക്കുന്നുണ്ട്. താലികെട്ട് കഴിഞ്ഞ് ഫോട്ടോ എടുപ്പൊക്കെ നടക്കുന്നുണ്ട്. സിദ്ധു പല്ലവിയെ വളക്കാൻ വേണ്ടി ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. പവിയും ചില്ലവും എവിടെ പോയാലും തമിഴ് സിനിമയിലെ പാട്ട് സീൻ പോലെ അവരുടെ പിന്നാലെ സിദ്ധു ഉണ്ടായിരുന്നു. റിസൾട്ട് അറിയാനായി അവൻ്റെ പിന്നാലെ അവൻ്റെ കൂട്ടുകാരും ചെല്ലും. സിദ്ധുവിൻ്റെ നോട്ടം ചില്ലുവും പവിയും ശ്രദ്ധിച്ചിരുന്നെന്ന് മാത്രമല്ല, പവി അതിൽ മൂക്കും കുത്തി വീഴുകയും ചെയ്തു. അത്രയ്ക്കും ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു അവൻ്റെ ആ നോട്ടത്തിൽ. എടി, ആ കോഫി കളർ കുർത്തയിട്ട് അവനെ കുറേ നേരമായി നിന്നെ തന്നെ നോക്കുന്നു. സിദ്ധുവിനെ ഉദ്ദേശിച്ചായിരുന്നു ഷില്ലു അത് പറഞ്ഞത്. എടി, ഞാൻ തിരിച്ചും അങ്ങോട്ടൊന്ന് നോക്കിയാലോ? എന്തോ എനിക്കവനെ ഇങ്ങ് വല്ലാണ്ട് ബോധിച്ചു. നല്ല സ്റ്റൈലും ചെക്കൻ. ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് ഏതാണ്ട് അവനെ പോലെയാ. അവൻ്റെ നോട്ടം കണ്ടിട്ട് സീരിയസ് ആണെന്ന് തോന്നുന്നു. ഞാനും അങ്ങോട്ട് സീരിയസ് ആയാലോ? എനിക്ക് ലവ് മാരേജാണ് ഇഷ്ടം. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആകുമ്പോൾ എനിക്ക് അവരോട് പറയാൻ ഒരു കിടിലൻ സ്റ്റോറി വേണം. ഞാൻ അവരോട് പറയും അവരുടെ പപ്പയും അമ്മയും ആദ്യമായി മീറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന്. പവി പറയുന്നത് കേട്ടതും ചില്ലു വായും പൊളിച്ച് നോക്കി നിന്നു. എക്സ്ക്യൂസ് മീ, ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു തരുമോ എന്നുള്ള ശബ്ദം കേട്ടിട്ടാണ് ഇരുവരും തിരിഞ്ഞു നോക്കുന്നത്. അന്നേരം മുന്നിൽ നിൽക്കുന്നു സിദ്ധു. അവനെ തൊട്ടരികെ കണ്ടതും പവയുടെ കണ്ണുകൾ വിടർന്നു. വിരോധിയില്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു തരുമോ എന്നും പറഞ്ഞ സിദ്ധു പല്ലവിക്ക് നേരെ തൻ്റെ ഫോൺ നീട്ടിയതും അവൾ ചില്ലുവിനെ ഒന്ന് നോക്കി. അന്നേരം ചില്ലു കണ്ണുകൊണ്ട് അനുവാദം കൊടുത്തതും പവി ഫോൺ വാങ്ങി അവന്മാരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കൊടുക്കാൻ തുടങ്ങി. അതിനിടയിൽ 2 വിരലുകൾ കൊണ്ടുള്ള സിദ്ധുവിൻ്റെ ഹാൻഡ് പോസ് കണ്ട് പവിയുടെ കണ്ണ് മിഴിഞ്ഞു വന്നു. ഐ ലവ് യു എന്നെഴുതി അവൾക്ക് കാണാൻ പാകത്തിൽ അവനത് ഉയർത്തി പിടിച്ചിട്ടുണ്ട്. ഒപ്പം അതിൽ അവളെ നോക്കി കണ്ണിൽ വീണ് കാണിച്ചതും